നമ്മളപ്പോൾ ഇന്ന് കാഞ്ചീപുരത്തുള്ള 4 അമ്പലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ പൂവൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആവശ്യത്തിനുള്ള പൂവൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു കയറിയത്. ആദ്യം ഞങ്ങൾ പോയത് കാമാക്ഷി അമ്മൻ അമ്പലത്തിലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രസാദമായിട്ട് ഇതേപോലെ പായസം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അമ്പലമൊക്കെ കണ്ടു. അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി, വലിയൊരു അമ്പലമൊക്കെ ആയിരുന്നു. അങ്ങനെ ആ അമ്പലം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് പോയത് ഏകംബരേശ്വര അമ്പലത്തിലോട്ടായിരുന്നു കേട്ടോ. ഇവിടേക്കൊക്കെ ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാഞ്ചീപുരത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഓട്ടോ ഉണ്ടാവും. അപ്പോൾ അവർ ഒരു ഫിക്സഡ് റേറ്റ് പറയും, ഒരാൾക്ക് എത്ര രൂപയെന്ന്. ഞങ്ങൾക്ക് 160 ആട്ടോ ആയത്. അപ്പോൾ അവർ തന്നെ നമ്മളെ എല്ലാ അമ്പലത്തിലും കൊണ്ടുപോകും. വെയിറ്റിംഗ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ. മൊത്തത്തിൽ അവർ തന്നെ നമ്മളെ എല്ലാ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി കാട്ടും. അങ്ങനെ ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഇഡ്ഡലി ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ട് അവിടുന്ന് ഇഡ്ഡലിയും ടാമറിൻ റൈസ് ഒക്കെ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത് ഞങ്ങൾ പോയത് കൈലാസനാഥ അമ്പലത്തിലോട്ടാട്ടോ. ഈ അമ്പലത്തിൽ അത്യാവശ്യം കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, കാരണം ഇവിടെ മൊത്തം സ്കൾപ്ചേഴ്സ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതും കൂടെ കണ്ട് കഴിഞ്ഞിട്ട് നാലാമത് ഞങ്ങൾ പോയത് വരദരാജ പെരുമാൾ അമ്പലത്തിലായിരുന്നു കേട്ടോ. ഇവിടെ അറിയപ്പെടുന്നത് ഗോൾഡൻ ലിസാർഡ് ഉണ്ടെന്ന്, അതായത് നമ്മൾ ആ ലിസാർഡിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള സിൻസും പാവങ്ങളൊക്കെ ക്ഷമിക്കപ്പെടുമെന്നായിരുന്നു അവരൊരു ബിലീഫ്. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലം കൂടെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് രൂപങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ.